ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയ ആ സ്പെഷ്യൽ ആപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. ഇതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ കസ്റ്റർഡ് പൗഡറോ ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പുഡിംഗ് തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ആരും എടുക്കാത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് പുഡിങ്ങിന് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ജീരകശാല റൈസ്, നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ജീരകശാലയുടെ കൈമ റൈസ് ഒരു അര കപ്പ് ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ എടുത്ത് വെച്ചതാണ്. ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആപ്പിളാണ്. ആപ്പിൾ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുക. 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കുക. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിൾ കൂടുതൽ സമയം ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ കറുത്ത് പോകുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പാല് തിളക്കുന്നൊരു സമയം വെച്ചിട്ട് ആപ്പിൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്യാൻ എടുക്കുക. പാല് തിളച്ച ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ച അതുണ്ടല്ലോ മാവ്, അരി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരക്കണം. അപ്പോൾ സിമ്മിലോട്ടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കണം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമുക്ക് ഈ അരി ഒന്ന് വേവണം. ഒരു 5 മിനിറ്റ് എന്തായാലും വേവേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഇത് തിളക്കുന്ന സമയം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം അതുവരേക്ക് നമുക്ക് കട്ട പിടിക്കും. അപ്പോൾ തിള വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്കിതിലോട്ട് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എങ്കിൽ ഒരു 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നമ്മുടെ അരി അരച്ച പേസ്റ്റിലേക്കും പാലിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോഴേ നമ്മളെ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം പുഡിങ് ഉണ്ടാക്കാൻ നിൽക്കിയാൽ മതി. ആദ്യം അരി അരച്ച് വെക്കുക, പിന്നെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കുക. നമ്മുടെ ഏലക്ക പൗഡർ, ഉപ്പ്, പഞ്ചസാര ഒക്കെ. പിന്നെ അതിന് ശേഷം നമുക്ക് പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടാവും ആപ്പിൾ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒപ്പം 2 ആളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന സമയം കൊണ്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഒരാളാണെങ്കിൽ പിന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ആപ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലോട്ട് നന്നായിട്ട് കോട്ടിങ് ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആപ്പിൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ, കാരണം ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൾ നമ്മൾ ഈ ഇതിലോട്ടൊന്ന് പിടിക്കണം. ആ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ആപ്പിളിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് വേവിക്കാം. അത്ര മതിയാവും. ആപ്പിളല്ലേ, കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പഞ്ചസാര കുറച്ച് അളവ് കൂടുതൽ ചേർത്താൽ മതി. ഇതിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം. പിന്നെ അത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ 4 മണിക്കൂർ എന്തായാലും സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിത് പെരുന്നാളിൻ്റെ തലേന്നാണ് തയ്യാറാക്കുന്നത്. പെരുന്നാൾ ദിവസം രാത്രിയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും എടുക്കാം. എത്ര വെക്കുന്ന 2-3 ദിവസം വരെ കൂടാതിരിക്കും. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് പുഡിങ് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കാരണം നല്ലൊരു ടേസ്റ്റായിരുന്നു ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.